യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനയും സന്തോഷവും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ മുടങ്ങാതെ വചനം കേൾക്കുന്നതിൽ നിങ്ങൾ സന്തോഷത്തോടെയാണോ ആയിരിക്കുന്നത്? പ്രാർത്ഥനയോടെയൊക്കെയാണോ മുന്നോട്ട് പോകുന്നത്? നോമ്പുകാലമാണ്. നോമ്പിലൂടെയൊക്കെ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വലിയ കൂട്ടായ്മയാണിത്. നിങ്ങൾ ഓരോരുത്തരിലൂടെയും ഞാൻ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ ശുശ്രൂഷയിലൂടെ, ഈ വചനത്തിലൂടെ എവിടെയിരുന്നാണ് കേൾക്കുന്നതെങ്കിലും നിങ്ങളും അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മൾ പരസ്പരം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ കാരുണ്യമാണ്. സന്തോഷത്തോടെ ഇരിക്കാം, പ്രാർത്ഥനയോടെ ഇരിക്കാം. ഇതൊക്കെ ദൈവാനുഗ്രഹമാണ്. ഇന്ന് ഞായറാഴ്ച ദിവസം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഓരോരുത്തരെയും ഇങ്ങനെ പറഞ്ഞ് ഓർക്കും, കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്ന കാസയോടും പീലാസയോടും അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു എന്ന്. ഞായറാഴ്ച ദിവസമാണ്. ഈ ദിവസം, ഈ ആഴ്ച മുഴുവൻ വേണ്ട കൃപകളും അനുഗ്രഹവും സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സന്തോഷത്തോടെ ഇരിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങളെപ്പോഴെങ്കിലും വചനം കേൾക്കാതിരിക്കുമ്പോഴോ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴോ കുറച്ച് ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോയി, കുറേ ദിവസം ഇങ്ങനെ വചനമൊന്നും കേട്ടില്ല, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പം ഒരു വിഷമമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കുറേ നാളായി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. പ്രാർത്ഥന മുടങ്ങിപ്പോകുമ്പം, അല്ലെ വചനം കേൾക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം മനസ്സിൽ തോന്നുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, വചനം കേൾക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ഒരു വിഷമമുണ്ടോ? അതിൻ്റെ ഒരർത്ഥമാണ് ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് മനസ്സിൽ അങ്ങനെ അസ്വസ്ഥത ഉണ്ടാകുന്നത്. ചില സങ്കടങ്ങൾ നന്മയ്ക്കാണ്, അതെന്തോ ഒരു അനുഗ്രഹത്തിന് കാരണമാവും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19, 20, 21 വാക്യമാണ്. ഈ വാക്യം വായിക്കുമ്പം ശ്രദ്ധിച്ചേ, നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, എൻ്റെ ജീവിതം തകർന്നു പോയല്ലോ, എൻ്റെ ജീവിതം ഭയങ്കര കഷ്ടത്തിലാണല്ലോ, ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കുന്ന, എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നിങ്ങൾ ടെൻഷനിലാണോ? എന്തെങ്കിലുമൊക്കെ ആലോചിച്ചും പെറുക്കിയും ഭയങ്കര ഭാരമാണോ മനസ്സിൽ? ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും ഈ വചനം ഒന്ന് കേട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3, 19, 20, 21. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. കൈപ്പേറിയ വിഷം. ഒന്നാമതേത് വിഷമാണ്, പോരാത്തതിന് കയ്പ് കൂടെ. എൻ്റെ കഷ്ടപ്പാടിൻ്റെയും അലച്ചിലിൻ്റെയും ഓർമ്മ. പലർക്കും അവരനുഭവിച്ച സങ്കടങ്ങളെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. എന്നോട് അങ്ങനെ ചെയ്തല്ലോ, എന്നോട് അവരങ്ങനെ പറഞ്ഞല്ലോ, അവരിത് ചെയ്തല്ലോ, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. പഴയ കാലത്തെ കുറേ സങ്കടങ്ങൾ, കുറേ വേദനകൾ, കുറേ നഷ്ടങ്ങൾ, സംഭവിച്ച ചതികൾ, ഏറ്റുവാങ്ങിയ തിക്താനുഭവങ്ങൾ ബൈബിൾ എഴുതിയിരിക്കുവാണേ. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു, എൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്നു, ഡിപ്രഷൻ പോലെ എനിക്ക് തോന്നുന്നു. അതാ എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ച് മനം തകരുന്നു. എന്തിനെക്കുറിച്ചേലും ആലോചിച്ച് മനസ്സ് തകർന്നിരിക്കുവാണോ? എന്തേലും ആലോചിച്ച് മനസ്സ് ഡൗൺ ആണോ? ഇത് എഴുതിയിട്ടുണ്ട്, മനം തകരുന്നു. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു. ഇതെല്ലാം കൈപ്പേറിയ വിഷം പോലെ ഒരു സൈഡിലുണ്ടെങ്കിലും അതിനെ കവച്ചു വെച്ച് അതിൻ്റെ മുകളിൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ നൽകുന്നു. എന്തോർക്കുന്നതാ പ്രത്യാശ തരുന്നത്? 22-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല.
സൂര്യൻ ഉദിക്കും, അത് കുറച്ച് കഴിയുമ്പോൾ അസ്തമിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നിന്നിൽ ഒരിക്കൽ ഉദിച്ചാൽ അതൊരിക്കലും അസ്തമിക്കുകയില്ല. പിന്നെയോ അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ശ്രദ്ധിച്ച്, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നിങ്ങൾക്ക് ഓരോ പ്രഭാതത്തിലും വചനം കേൾക്കാൻ കഴിയുന്നുണ്ടോ? അത് പുതിയൊരു അനുഗ്രഹത്തെയാണ് തരുന്നത്, പുതിയൊരു സന്തോഷത്തെയാണ് തരുന്നത്, പുതിയൊരു സമാധാനത്തെയാണ് കുഞ്ഞെ നിൻ്റെ ജീവിതത്തിൽ എത്തിക്കുന്നത്, പുതിയൊരു അനുഗ്രഹത്തെയാണ് ദൈവം നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നിങ്ങളൊന്ന് പറഞ്ഞേ, പുതിയ സന്തോഷം, പുതിയ സ്നേഹം, പുതിയൊരു അനുഗ്രഹം, പുതിയൊരു ജീവിതം, പുതിയൊരു സന്തോഷം, പുതിയൊരു നന്മ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരട്ടെ. വചനം കേൾക്കുമ്പോൾ അത് ഒരാൾക്ക് സമ്മാനിക്കുന്നത് പുതിയ സ്നേഹമാണ്, പുതിയ അനുഗ്രഹമാണ്. ബൈബിൾ പറയുന്നൊരു വാക്കുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ മൂന്നും നിലനിൽക്കുന്നു, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹം അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുകയില്ല. ജീവിതത്തിൽ തെറ്റുപറ്റാം, കുറവുകൾ സംഭവിക്കാം, വീണുപോകാം, പരാജയം സംഭവിക്കാം, പാപത്തിൽ വീണുപോയെന്നിരിക്കാം. എങ്കിലും സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു. ഇപ്പോഴും ദൈവം നിന്നെ സ്നേഹിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ അൾത്താരയുണ്ടല്ലോ, ദൈവസ്നേഹത്തെക്കുറിച്ച് മാത്രം പ്രസംഗിച്ച സ്ഥലമാണ്. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണു നിറയുന്നത് കണ്ടിട്ടുണ്ട്, മനസ്സ് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം അത് അത്ഭുതങ്ങളെ ജനിപ്പിക്കും. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെ ഓർത്തും ആലോചിച്ചും വിഷമിച്ചും ഡൗണായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പഴയത് ചിന്തിച്ച് ഇരിക്കല്ല്. അത് കൈപ്പേറിയ വിഷമാണ്. അത് നിന്നെ ചൂണ്ട വിഴുങ്ങിയ മീൻ പോലെ അത് നിന്നെ തകർത്ത് കളയും. ചൂണ്ട വിഴുങ്ങിയ മീൻ അത് കൊളുത്തി വലിക്കുന്നത് പോലെ ഈ ചിന്തകൾ, ഈ ആലോചന കൊളുത്തി വലിക്കുന്നത് മരണത്തിലേക്കാണ്. ആവശ്യമില്ലാത്ത ഒന്നിലേക്കും ചിന്തിച്ചു പോകണ്ട. ഇന്നലകളിൽ സംഭവിച്ച പരാജയങ്ങളെ ഓർത്ത് പക്ഷെ അവരിങ്ങനെ ചെയ്തല്ലോ, എന്നെ അവൻ ചതിച്ചല്ലോ, എന്നെ അവരോട് പറഞ്ഞു പറ്റിച്ചല്ലോ, എൻ്റെ ജീവിതം തകർത്തല്ലോ. പോയത് പോട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം അവസാനിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ സ്നേഹം അസ്തമിച്ചിട്ടില്ല. അത് പുതിയതാണ്. അതൊരനുഗ്രഹത്തെ കൊണ്ടുവരും, അതൊരനുഗ്രഹത്തെ വെളിപ്പെടുത്തും, അതൊരനുഗ്രഹത്തിൻ്റെ നന്മയെ നിൻ്റെ ജീവിതത്തിൽ എത്തിക്കും. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് മനം തകരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചിലരിങ്ങനെയാണ്, അല്ല എന്നെ കേൾക്കുന്ന ചിലരിങ്ങനെയാണ്. അത് ചിന്തിച്ച് നമ്മളോട് ചിലർ പറയില്ലേ, നീ ആ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിക്കേ, നീ ഇങ്ങനൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. ചിലത് നമുക്ക് തന്നെ ഇഷ്ടമില്ല ഇങ്ങനെ ചിന്തിക്കണമെന്ന്, പക്ഷെ അങ്ങനെ ചിന്തിച്ചു പോവുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചേ. അത് അവസാനിക്കുന്നില്ല. അത് കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. അതൊരനുഗ്രഹത്തെ കൊണ്ടുവരും. പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും പല നെഗറ്റീവായ കാര്യങ്ങൾ, പല സങ്കടങ്ങൾ, വേദനകൾ, ഇന്നലകളിലെ അനുഭവങ്ങൾ ചിന്തിച്ച് ആകെ ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. മനസ്സാകെ കുഴഞ്ഞു മറിയുകയാണ്, തകർന്ന് തരിപ്പണമായൊരവസ്ഥയിലാണ്. എന്നെ രക്ഷിക്കണമേ. ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയണമേ. ദൈവത്തിൻ്റെ കാരുണ്യം എനിക്കിന്ന് അനുഭവിക്കാൻ കഴിയണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ആ വിലയുള്ള ആ കുരിശിൽ കാണിച്ച സ്നേഹത്തിൻ്റെ തീവ്രത അനുഭവിക്കാൻ കഴിയണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അപകടങ്ങൾ, നഷ്ടങ്ങൾ, ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നെല്ലാം ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ഞങ്ങളുടെ വീടിൻ്റെ അകത്ത്, ജീവിതത്തിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥവും വരില്ല. ഇന്നർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങളുണ്ട്. ഇന്നർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ കാസയും പീലാസയും അതിലപ്പവും വീഞ്ഞും അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തെ കൂടി ചേർത്ത് ഡെയിലി ബ്ലെസ്സിങ്ങിലെ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എവിടെയും തോറ്റുപോകില്ല കേട്ടോ.
എവിടെയും പരാജയപ്പെടില്ല കേട്ടോ. ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു നല്ല കാലമുണ്ട്, നല്ല കാലം നിനക്കുണ്ട്. വിഷമിക്കൊന്നും വേണ്ട. ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ജനത്തെ, പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ഞായറാഴ്ച ദിവസം കേട്ട വചനം അനേകർക്ക് അയച്ചു കൊടുക്കണം. ഇന്ന് പല പ്രാവശ്യം ഇത് കേൾക്കണം. ഇതൊരു അനുഗ്രഹമാണ്. ഇത് ജീവിതത്തിലൊരു പുതിയ തുടക്കത്തിന് കാരണമാവും. സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെ തിങ്കളാഴ്ച ദിവസമാണ്. നാളെ 5:30 ഒരുമിച്ച് കാണണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പിള്ളേരുടെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.